ഓക്കെ, സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പ്ലാനിങ് ഓഫ് ഇന്ത്യയുടെ തിയറി സെക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതായിരുന്നു. നമ്മൾ ആപ്പ് ലൈവിൽ നോക്കിയതാണ്. സോ എല്ലാവർക്കും ഈ മെറിറ്റിലെ ടൗൺ പ്ലാനിങ് എന്നുള്ള ടോപ്പിക്, ടൗൺ പ്ലാനിങ് ആൻഡ് അർബൻ പ്ലാനിങ്. സോ നമ്മളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അർബൻ പ്ലാനിങ് എന്നാണുള്ളത്. അതിനകത്തുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കണ്ടിട്ടുണ്ടാവും. സിലബസ് ഫുള്ളും പ്ലാനിങ് മാത്രമേ ഉള്ളൂ ഇത്തവണ. ഓക്കെ, സിവിൽ പോർഷൻസ് കുറവാണ്. അതുപോലെ പ്യോർലി സിവിൽ പോർഷൻസ് കുറവാണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ടൗൺ പ്ലാനിങ് ജൂലൈ 18 നടന്ന എക്സാമിനും നടക്കാൻ പോകുന്ന എക്സാമിനും ഈ ടോപ്പിക്സ് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, നമ്മൾ പ്ലാനിങ് ഇൻ ഇന്ത്യയുടെ തിയറി പോർഷൻസ് കഴിഞ്ഞു. നമ്മൾ ഇനി PYQs ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റേജസ് ഓഫ് പ്ലാനിങ് നമ്മൾ കണ്ടതാണ്. സോ സ്റ്റേജസ് ഓഫ് പ്ലാനിങ്ങിൽ ഓക്കെ ഓരോ ടോപ്പിക്സ് നമുക്ക് നോക്കാം. സോ ഹൗ മെനി സ്റ്റേജസ് ആർ ദെയർ ഇൻ പ്ലാനിങ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ പ്ലാനിങ്ങിൽ എത്ര സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്? ഹൗ മെനി സ്റ്റേജസ് ഓഫ് പ്ലാനിങ് are there in planning of India? How many stages? Answer അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. 1, 5, 3, 6. എത്ര സ്റ്റേജസ് ഓഫ് പ്ലാനിങ് ഉണ്ട്? Okay, so there are around 5 stages of planning. Stages of planning mainly 5 stages ആയിട്ടാണ് പറയുന്നത്. Okay, so ഈ 5 stages of planning ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഏതൊക്കെയാണ്? നാഷണൽ ലെവൽ പ്ലാനിങ്, സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ്, ഡിസ്ട്രിക്ട്, ദെൻ ഡിസ്ട്രിക്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ലെവൽ, ദെൻ പഞ്ചായത്ത് ലെവൽ. അങ്ങനെ 5 ലെവലിലായിട്ടാണ് പ്ലാനിങ്ങിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നാഷണൽ ലെവൽ പ്ലാനിങ്. National level planning include planning commission, national commission, state commission, block commission. National level planning include എന്തൊക്കെയാണ്? പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ, സ്റ്റേറ്റ് കമ്മീഷൻ. ആൻസർ അറിയാനുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. A, B or C. National level planning include പ്ലാനിംഗ് കമ്മീഷൻ. സോ നാഷണൽ ലെവൽ പ്ലാനിങ്ങിലുള്ളതാണ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യനെ പറ്റിയിട്ട് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. അതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഇതിനകത്തിൽ എപ്പോഴും വരാറുള്ളതാണ്. ഓക്കെ, സോ ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ is supervised by പ്ലാനിംഗ് കമ്മീഷന്റെ ഫങ്ഷൻസ് ആർ സൂപ്പർവൈസ്ഡ് ബൈ ചെയർമാൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, നാഷണൽ സ്കീംസ്, നാഷണൽ ഏജൻസി. ആൻസർ അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. The functions of planning commission is supervised by national development council, national scheme, national agency, chairman. ആരായിരിക്കും? The functions of planning commission is supervised by the national development council. Okay, so national development council ആണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തലപ്പത്തൊക്കെ ആരാന്നൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഇനി പ്ലാനിംഗ് കമ്മീഷൻ ഹാസ് ബീൻ ഗ്രാൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ത്രൂ ഏത് അമെൻമെന്റിലാണ് പ്ലാനിംഗ് കമ്മീഷന് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്നത്? വിച്ച് അമെൻമെന്റ്? ഏത് അമെൻമെന്റിലാണ്? 42nd amendment, 52nd amendment, 62nd amendment, 32nd amendment. ഏതാണ്? 42, 52, 32. അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. It is 52nd amendment. So planning commission constitutional status it was through the 52nd amendment ആണ് ട്ടോ. Okay, plans formulated by planning commission. പ്ലാനിംഗ് കമ്മീഷനിൽ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാൻസ് ഏതൊക്കെയാണ്? ഒന്ന് പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ 15 to 25 years, 5-year പ്ലാൻ, ആനുവൽ പ്ലാൻസ്, ഓൾ ദി അബവ്. ഏതാണ് ആൻസർ? അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. പ്ലാൻസ് ഫോർമുലേറ്റഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ, പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ 15 to 25 years, 5-year പ്ലാൻ, ആനുവൽ പ്ലാൻസ്, ഓൾ ദി അബവ്.
ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. Five-year plan, perspective plan for 15 to 25 years, 5-year plan, annual plans. So the answer is all the above. Annual plan ആണ് എല്ലാം ഉണ്ട്. ഓക്കെ, പെർസ്പെക്റ്റീവ് പ്ലാൻ മെയിൻലി പ്ലാനിംഗ് കമ്മീഷന്റെ പ്ലാൻസ് എന്ന് പറയുന്നത് ത്രീ കാറ്റഗറീസ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന് പെർസ്പെക്റ്റീവ് പ്ലാൻസ് ഫോർ 15 to 25 years, then 5-year plan, പിന്നെ ആനുവൽ പ്ലാൻസ്. ഓക്കെ, അപ്പോൾ ഓൾ ദി അബവ് ആണ് കേട്ടോ ആൻസർ. പ്ലാനിംഗ് കമ്മീഷൻ ഇസ് ഹെഡഡ് ബൈ, ആരാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ഹെഡ്? Prime Minister of India, Chief Minister of the State, President of India, all the above. Planning Commission of India is headed by ആരാണ് ഹെഡ് ചെയ്തിരിക്കുന്നത് അറിയാന്നുള്ളവർ ടെക്സ്റ്റ് ഇട്ടോളൂ. The Planning Commission of India, the Planning Commission of India is headed by, the Planning Commission is headed by, it is headed by Prime Minister of India. Prime Minister ആണ് നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചെയർമാന്റെ കീഴില് ദ ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. ഈ ചെയർമാന്റെ കീഴില് ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ഈ ഡെപ്യൂട്ടി ചെയർമാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ കുറെ കൗൺസിൽസ്, അതായത് മിനിസ്റ്റേഴ്സ് ഉണ്ട്, സ്കോളേഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുമുള്ള ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓക്കെ, PM ആണ് കേട്ടോ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് ദ മെയിൻ ഡിവിഷൻസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് എ പ്ലാനിംഗ് കമ്മീഷൻ. മെയിൻ ഡിവിഷൻസ് ഓഫ് ഫങ്ഷൻസ് ഓഫ് എ പ്ലാനിംഗ് കമ്മീഷൻ. മെയിൻ ആയിട്ട് രണ്ട് ഡിവിഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലൂ മാത്രം തരാം. ഓക്കെ, യു ഹാവ് ടു ടെൽ വിച്ച് ആർ ദ ഡിവിഷൻസ്. ഒന്ന് ജനറൽ പ്ലാനിംഗ് ഡിവിഷൻസ് ആൻഡ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻസ് ആണോ, അതോ ജനറൽ പ്ലാനിംഗ് ഡിവിഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഡിവിഷൻ ആണോ, അതോ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ്. സോ ഇഫ് യു നോ ദ ആൻസർ അറിയാന്നുള്ളവർ A, B, C whatever it is ഒന്ന് ഇട്ടണം. മെയിൻ ഡിവിഷൻസ് ഓഫ് എ പ്ലാനിംഗ് കമ്മീഷൻ. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിവിഷൻസ്? ഗസ് വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ തെറ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞാലും ശരിയായിട്ട് ഉത്തരം പറഞ്ഞാലും ഓക്കെയാണ്. ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ വെരി ഗുഡ്. ഓക്കെ, തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കുള്ള ആൻസർ പഠിക്കും. ഓക്കെ, അറിയാന്നുള്ളവർ ആൻസർ ഇട്ടോളൂ. ഓക്കെ, സോ ദ ആൻസർ ഇസ് ജനറൽ പ്ലാനിംഗ് ഡിവിഷൻ ആൻഡ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. അപ്പോൾ മെയിൻ ഡിവിഷൻസ് ഓഫ് എ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ജനറൽ പ്ലാനിംഗ് ഡിവിഷൻസ് ആൻഡ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ദ പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് അറ്റ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഏത് വർഷമാണ് സെറ്റപ്പ് ചെയ്തത്? March 1950, April 1950, March 1947, April 1947. Planning Commission was set up at ഏത് വർഷമാണ് പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത്? Planning Commission was set up at March 1950, April 1950, March 1947, April 1947. Okay, the answer is March 1950. The Planning Commission was set up at March 1950 ആണ് ട്ടോ. Then the full form of NITI. NITI യുടെ full form എന്താണ്? National Institution for Transforming India, National Institution for Turning India, National Initiative for Traveling India, National Innovative and Transforming India. NITI യുടെ full form എന്താണ്? NITI അറിയാന്നുള്ളവർ ഇട്ടോളൂ ആൻസർ. ഓക്കെ, ദ NITയുടെ ഫുൾ ഫോം വന്നിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, ഈ പ്ലാനിംഗ് കമ്മീഷൻ റീനെയിം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. എന്താണ് 2015 പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീനെയിംഡ് ആസ് NITI, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അയോഗ്. ഓക്കെ, ഇങ്ങനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കിട്ടിയല്ലോ. നെക്സ്റ്റ്
NITI was formed in NITI ഏത് വർഷമാണ് ഫോം ചെയ്തിരിക്കുന്നത്? 1st January 2016, 1st January 2015, 1st January 2021, 1st January 2018. The NITI was formed in NITIയുടെ ഫുൾ ഫോം എന്താണെന്ന് കിട്ടിയല്ലോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ ഈ പറഞ്ഞ ഒരു ഡേറ്റിൽ വന്നിട്ട് പ്ലാനിംഗ് കമ്മീഷനെ വേറൊരു പേരിൽ റീനെയിം ചെയ്തിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് റീനെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് 1st January 2015. 1st January 2015 നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷൻ നാഷണൽ ലെവൽ പ്ലാനിങ്ങിൽ ചെയ്യുന്നതാണ് കേട്ടോ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നാഷണൽ ലെവൽ പ്ലാനിങ്ങിലുള്ളതാണ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ was renamed as National Institution for Transforming India. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പേര് മാറ്റി. ഓക്കെ, സോ നെക്സ്റ്റ്, ദ എയിം ഓഫ് NITI. NITIയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? NITI ഫോർമുലേറ്റ് ചെയ്തതിനുള്ള മെയിൻ എയിം. ദ മെയിൻ എയിം ഓഫ് NITI: അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫിനാൻസിങ്. The main aim of NITI. NITIയുടെ എയിം എന്താണ്? The main aim of NITI is sustainable development. The main aim of NITI is sustainable development ആണ് main aim of NITI. Okay. So next question. The department in which Council of Ministers work. The departments in which Council of Ministers work. നമ്മുടെ സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ ആ കേസാണ് ഈ പറയുന്നത്. സ്റ്റേറ്റ് പ്ലാനിംഗ് കമ്മീഷന്റെ കേസിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നതിനെ മൊത്തത്തിൽ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ വിച്ച് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വർക്ക്. Development Department, Social Welfare Department, Coordinating Departments, all the above. Development Department, Social Welfare Department, Coordinating Departments, all the above. അറിയാന്നുള്ളവർ ആൻസർ ഇട്ടോളൂ കേട്ടോ. അറിയാന്നുള്ളവർ ആൻസർ ഇട്ടേ. It is actually all the above. The departments in which the Council of Ministers work is Development Department, അതുപോലെ തന്നെ Social Welfare Department, അതുപോലെ തന്നെ Coordinating Department. Okay, so ഈ ഡിപ്പാർട്ട്മെന്റുകളിലാണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. So the departments in which Council of Ministers work. The principle of district level planning. District level planning ന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്? Local level planning, national level planning, development planning. The principle of district level planning. ഞാൻ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ വന്നിട്ട് സ്റ്റേറ്റ് ലെവൽ പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. The principle of district level planning. ആൻസർ അറിയാന്നുള്ള ഒരു ടെക്സ്റ്റ് ഇട്ടോളൂ. Okay, the main principle of district level planning is local level planning. Local level plan ചെയ്യാനാണ് മെയിൻ ആയിട്ട് district level planning ന്റെ ഒരു എയിം എന്ന് പറയുന്നത്. Okay, so next question.
A clear layout for district level planning was laid in. A clear layout of district level planning. District level planning in ഒരു clear layout ഏത് 5-year പ്ലാനിലാണ് ഇൻക്ലൂഡ് ചെയ്തത്? ഓക്കെ, ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് ഫസ്റ്റ് പ്ലാനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ശരിക്കും ഒരു ക്ലിയർ ലേഔട്ട് ഉണ്ടായത് ഏത് 5-year പ്ലാനിലാണ്? ഓക്കെ, ദ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്, a clear layout of district level planning was laid in which 5-year plan? So the answer is third 5-year plan. Okay, third 5-year plan ലാണ് correct ആയിട്ടുള്ള ഒരു layout കിട്ടിയത്. The formulation and implementation of district level planning is done by district level planning. The formulation and implementation of district level planning is done by district planning officer, block development officers, chief minister, finance minister. The formulation and implementation of district level planning is done by. Answer question തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എ ആണോ ബി ആണോ സി ആണോ ഡി ആണെന്നുള്ളത് ഓപ്ഷനിൽ ഇടാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. District planning officer, block development officer, chief minister, finance minister. The formulation and implementation of district level planning is done by. Answer. ശരി, ഞാൻ ആൻസർ ഇട്ടെ. The answer is district level district planning officer ആണ്. ഓക്കെ, സോ ഡിസ്ട്രിക്ട് പ്ലാനിങ് ഓഫീസർ ആണ് ഈ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ്ങിലൊക്കെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന ആള്. ഓക്കെ, സോ നെക്സ്റ്റ്, implementation and development of plans of a block level planning. Block level planning of implementation of development plans. Implementation of development plans of block level planning. Block level planning ആരാ ചെയ്യുന്നേ? Block development officer, community development programs, district development officer, finance minister. Implementation of development plans. Development plans implement ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ബ്ലോക്ക് എന്ന് കാണുമ്പോഴത്തേക്കും ചില ആൻസർ എടുത്തിട്ടുണ്ട്. Okay, the implementation of development plans of block level planning is done by community development programs. Okay, implementation of development plans of a block level planning is done by the community development programs. Okay, kittiyo? Next, block level implementation, block level planning implemented under the leadership of. ആരാണ് ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങിന്റെ ലീഡർഷിപ്പ് നോക്കുന്നത്? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ, ഫിനാൻസ് മിനിസ്റ്റർ. ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇടാവുന്നതാണ്. ബ്ലോക്ക് ലെവൽ പ്ലാനിങ് ഇംപ്ലിമെന്റഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ്. ബ്ലോക്ക് ലെവൽ പ്ലാനിങ് ആരുടെ ലീഡർഷിപ്പിലാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ആൻസർ അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ, ഫിനാൻസ് മിനിസ്റ്റർ. ആരായിരിക്കും? ഓക്കെ, ഇറ്റ് ഈസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. ഓക്കെ, അപ്പം ഈ ബ്ലോക്ക് ലെവലില് പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് ആ പ്ലാൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആവുന്നുണ്ടോ നോക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് വഴിയിട്ടാണ്. ഇനി ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരുടെ ലീഡർഷിപ്പിലാണ്? ആരാണ് ഇത് ചെയ്യുന്നതിന്റെ മെയിൻ ഹെഡ്? ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, അല്ലെങ്കിൽ BDO എന്നൊക്കെ പറയത്തില്ലേ? നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും BDO. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്ലോക്ക് ലെവൽ പ്ലാനിങ്. ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ഇത് കൂടാണ്ട് കുറെ ഒബ്ജക്റ്റീവ്സ് വേറെ ഉണ്ടാവും. ഇപ്പൊ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം, ബിൽഡിംഗ് building social and economic infrastructure, increasing availability and accessibility of social service. പറഞ്ഞോളൂ. നിങ്ങൾ ആൻസർ ഇട്ടിരുന്നു, ആൻസർ ഇട്ടത് കണ്ടപ്പോഴത്തേക്കും കുറച്ച് ടൈം ലേറ്റ് ആയിപ്പോയി. ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം, social building social and economic infrastructure, increasing availability and accessibility of social services. ആൻസർ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ? ഓക്കെ, പറഞ്ഞോളൂ ആൻസർ അറിയാന്നുള്ളവര്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്ലോക്ക് ലെവൽ പ്ലാനിങ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണെന്നാ തോന്നുന്നത്? ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം, building social and economic infrastructure, increasing availability and accessibility of social services. ആൻസർ ഇട്ടോളൂ.
ഇറ്റ്സ് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് ആൻസർ ഇടുന്നുണ്ടായിരുന്നു. പ്രീവിയസ്ലി ഇട്ട ആൻസർ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ ഇതിനറിയാമെങ്കിൽ ആൻസർ ഇട്ടോളൂ കേട്ടോ. സോ ദ ആൻസർ ഇസ് ആൻസർ എ അല്ല കേട്ടോ, ഓൾ ദി എബവ് ആണ് ആൻസർ. ഓക്കെ, എയും ആൻസർ ആണ്, ബിയും ആൻസർ ആണ്, അതുപോലെ തന്നെ സിയും ഡിയും സിയും ഒരു ആൻസർ ആണ്. അപ്പൊ ഓൾ ദി എബവ് ആണ് കേട്ടോ. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്ലോക്ക് ലെവൽ പ്ലാനിങ്ങിൽ കുറെ ഒബ്ജക്റ്റീവുകൾ ഉണ്ട്. അതിൽ കുറച്ച് ഒബ്ജക്റ്റീവാണ് ഞാനിപ്പോൾ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം, യെസ് ഓഫ് കോഴ്സ്. ദെൻ ബിൽഡിംഗ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ, then increasing the availability and accessibility of social services. Okay, കിട്ടിയല്ലോ. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ് പ്ലാൻഡ് അറ്റ് ബ്ലോക്ക് ലെവൽ. ബ്ലോക്ക് ലെവലിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റികൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, മൈനർ ഇറിഗേഷൻ, ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഓൾ ദി അബവ്. ആക്ടിവിറ്റീസ് പ്ലാൻഡ് അറ്റ് ബ്ലോക്ക് ലെവൽ. ബ്ലോക്ക് ലെവലിൽ പ്ലാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ആക്ടിവിറ്റീസ് പ്ലാൻഡ് അറ്റ് ബ്ലോക്ക് ലെവൽ. ഓക്കെ, നിങ്ങൾക്ക് ആൻസേഴ്സ് ഏതാണെന്ന് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ പുട്ട് ഇറ്റ്. ആക്ടിവിറ്റീസ് പ്ലാൻഡ് അറ്റ് ബ്ലോക്ക് ലെവൽ: agriculture, minor irrigation, local infrastructure, all the above. Activities planned at block level. It is all the above. Agriculture, minor irrigation, local infrastructure, ഇത് കൂടാണ്ട് വേറെയും കുറെ ടോപ്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫിഷറീസ്, ടൂറിസം എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി അഗ്രികൾച്ചർ, മൈനർ ഇറിഗേഷൻ, ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആക്ടിവിറ്റീസ് പ്ലാൻഡ് ഇൻ ദ ബ്ലോക്ക് ലെവൽ ആണ്. ഓക്കെ, നെക്സ്റ്റ്, പഞ്ചായത്ത് ലെവൽ പ്ലാനിങ് ഇസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രാമസഭ, പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് കൗൺസിൽ, ഓൾ ദി അബവ്. പഞ്ചായത്ത് ലെവൽ പ്ലാനിങ് വന്നിട്ട് എന്തിന്റെ ബേസിലാണ് ചെയ്യുന്നത്? ഓക്കെ, ഗ്രാമസഭ, പഞ്ചായത്ത് രാജ്, പഞ്ചായത്ത് കൗൺസിൽ, ഓൾ ദി അബവ്. ഓക്കെ, അതിനൊരു ബേസ് ഉണ്ടാവും, എല്ലാത്തിനും ഒരു ബേസ് ഉണ്ടാവുമല്ലോ. എന്തിന്റെ ബേസിലാണ് പഞ്ചായത്ത് ലെവൽ പ്ലാനിങ് ചെയ്യുന്നത്? പഞ്ചായത്ത് ലെവൽ പ്ലാനിങ് ഇസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് പഞ്ചായത്ത് രാജ്. ഓക്കെ, പഞ്ചായത്ത് രാജ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു പഞ്ചായത്തിൽ എങ്ങനെ റൺ ചെയ്യണ്ടേ അതിനെക്കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡെപിക്ട് ചെയ്തിരിക്കുന്ന ഒരു ബുക്കാണ് അല്ലെ. സോ ആ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് പഞ്ചായത്ത് ലെവൽ പ്ലാനിങ് യൂഷ്വലി ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3-tier system emphasized by Panchayat Raj system. Panchayat Raj system mainly 3-tier system പറഞ്ഞിട്ടുണ്ട്. ആ 3-tier system ഏതാണെന്നുള്ളത്? Okay, the 3-tier system emphasized by Panchayat Raj. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുള്ള 3-tier system ഏതാണ്? പറഞ്ഞോളൂ. The 3-tier system emphasized by the Panchayat Raj: village block state level, village and district level, village block district level, village block panchayat level. The 3-tier system emphasized by the Panchayat Raj system. പറഞ്ഞോളൂ. The 3-tier system emphasized by the Panchayat Raj system is the village, block and district level. Okay, എല്ലാ സിസ്റ്റംസും ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ തൊട്ട് താഴെ ബ്ലോക്ക്, പിന്നെ വില്ലേജ്. ഓക്കെ, അങ്ങനെയാണ് ഈ പഞ്ചായത്ത് രാജിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ പ്ലാനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള 3 ലെവലുകളാണ് കേട്ടോ ദ 3-tier system. നെക്സ്റ്റ് ഇസ് വില്ലേജ് ലെവൽ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ്. വില്ലേജ് ലെവൽ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേര് ഗ്രാമസമിതി, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്. വില്ലേജ് ലെവൽ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ്. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. എ, ബി, സി, ഡി ഏതായിരിക്കും? വില്ലേജ് ലെവൽ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് ഗ്രാമസമിതി, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. Okay, the answer is Grama Panchayat. Okay, village level system is also known as Grama Panchayat. Okay, ഇനി അടുത്തത് block level system is also known as.
ബ്ലോക്ക് ലെവൽ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേര്. ബ്ലോക്ക് ലെവൽ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് 3-ടയർ സിസ്റ്റത്തിലെ ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ലെവൽ സിസ്റ്റം. ഈ നമ്മുടെ പഞ്ചായത്ത് രാജ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് ലെവൽ സിസ്റ്റം ഇസ് ഓൾസോ നോൺ ആസ് ഗ്രാമസമിതി, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. പറഞ്ഞോളൂ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അറിയാന്നുള്ളവർ വെറുതെ ഗസ് വർക്കും കൂടി ചെയ്യാമല്ലോ. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കേൾക്കുന്ന പേരുകളല്ലേ, ഗ്രാമസമിതി എന്നും പഞ്ചായത്ത് സമിതി എന്നും ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ. Okay, block level system is also known as panchayath samiti. Okay, the block level system is also known as panchayath samiti. Okay, kittiya. Ini district level system. Ini district level system ഒന്ന് പറഞ്ഞേ. ഇതിന്റെ പേര് കണ്ടാൽ തന്നെ അറിയാലോ ഡിസ്ട്രിക്ട് ലെവൽ സിസ്റ്റം ഏതായിരിക്കും. യെസ്, ബി ആയിരുന്നു. ബി ആണോ? പഞ്ചായത്ത് സമിതി ആയിരുന്നു ആൻസർ നേരത്തെ. ഇട്ടപ്പോൾ ഇത്തിരി ലേറ്റ് ആയിപ്പോ കേട്ടോ. അല്ലാതെ എനിക്ക് കാണാൻ ലേറ്റ് ആവുന്നതാണോന്ന് അറിയില്ല. അടുത്തതൊന്ന് ഇടാവോ? ഡിസ്ട്രിക്ട് ലെവൽ സിസ്റ്റം. ഡിസ്ട്രിക്ട് ലെവൽ സിസ്റ്റം is also known as ഗ്രാമസമിതി, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. വളരെ എളുപ്പമല്ലേ? പേര് കണ്ടാൽ തന്നെ അറിയാലോ നമുക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ആൻസർ വന്നിട്ട് യെസ്, വെരി ഗുഡ്, ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, സോ ഡിസ്ട്രിക്ട് ലെവൽ സിസ്റ്റം is also known as ജില്ലാ പഞ്ചായത്ത്. Okay, next, through the Constitution Amendment Act 1992, Dash authorized to look after the preparation and implementation of plans for economic development and social justice. Through the Constitution Amendment Act 1992 പ്രകാരം ഈ കൂട്ടത്തിൽ ഒരു എന്താണ് ഓർഗനൈസേഷനെയാണ് ഓതറൈസ് ചെയ്തിരിക്കുന്നത് ടു ടേക്ക് കെയർ ഓഫ് ദ പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, ഇറ്റ് ഇസ് ഗ്രാമസഭ, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ആൻസർ അറിയാന്നുള്ളവർ വന്നിട്ടുള്ളൂ. ഗസ് വർക്കും ഓക്കെയാണ്. Through the Constitution Amendment Act 1992, Dash authorized to look after the preparation and implementation of plans for economic development and social justice. ആൻസർ അറിയാന്നുള്ളൂ വന്നിട്ടുള്ളൂ. ഗ്രാമസഭ, പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ക്വസ്റ്റൻ ഒന്നുകൂടി വായിക്കാം. സി പഞ്ചായത്ത് സമിതി, ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി ഗ്രാമസഭ എന്നാണ് കേട്ടോ നമ്മൾ പറയുക. ഓക്കെ, ഗ്രാമപഞ്ചായത്ത് എന്നല്ല, ഗ്രാമസഭ ഓർ പഞ്ചായത്ത് എന്ന് വെറുതെ പറഞ്ഞാൽ മതി. ഓക്കെ, പഞ്ചായത്ത്. ഇങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 1992 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയും കൊളോക്കിയലായിട്ട്, പക്ഷെ ആക്ച്വലി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പേര് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമസഭ എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പേർപ്പസ്ലി ഗ്രാമപഞ്ചായത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഗസ് വർക്ക് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ആൻസർ ഇങ്ങനെയായിരുന്നു മാത്രം. ഓക്കെ, implementation of the plan at panchayat level is the responsibility of implementation of plans at the panchayat level is the responsibility of block development officer, panchayat secretary, village development officer, ജില്ലാ പഞ്ചായത്ത്. ആരാണ് പഞ്ചായത്ത് ലെവലിലുള്ള പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വ്യക്തി? ആരാണ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആള്? ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസർ, ജില്ലാ പഞ്ചായത്ത്. ആർക്കാണ് പഞ്ചായത്ത് ലെവലിലുള്ള പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉള്ളത്? ഗസ് വർക്ക് ഇസ് അലൗഡ്. ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാന്നുള്ള ആൻസർ തന്നെയായിരിക്കും. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുള്ളൂ ഏതായിരിക്കും. ഓക്കെ, so the answer is village development officer, അതായത് VDO. ഓക്കെ, ഇത് BDO, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ. നിങ്ങൾക്ക് സംശയം നോക്കിയിട്ടുണ്ടാവും പഞ്ചായത്ത് സെക്രട്ടറി ആണോ എന്നായിരിക്കും. ഓക്കെ, പക്ഷെ പഞ്ചായത്ത് ലെവലിലുള്ള പ്ലാനിങ് സ്കീംസ് ഒക്കെ വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസറിന്റെ ആണ്. പഞ്ചായത്ത് സെക്രട്ടറി ഓവറോൾ ആയിട്ടുള്ള മേൽനോട്ടമാണ് കേട്ടോ. നെക്സ്റ്റ്,
The designation for conurbation or metropolitan area in India. The designation for conurbation or metropolitan area in India. Okay, metropolitan area in India. Uru designation given. എന്തായിരിക്കും ആൻസർ? മെട്രോപൊളിറ്റൻ സിറ്റി ആണോ, നാഷണൽ റീജിയൻ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ? ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡെസിഗ്നേഷൻ ഗിവൺ ഫോർ എ മെട്രോപൊളിറ്റൻ ഏരിയ ഇൻ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ ആണ് കേട്ടോ അത്. മെട്രോപൊളിറ്റൻ സിറ്റി, നാഷണൽ റീജിയൻ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. ഓക്കെ, ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ കേട്ടോ. എ ബി സി ഡി. മെട്രോപൊളിറ്റൻ സിറ്റി അല്ല ആൻസർ കേട്ടോ. ഓക്കെ, മെട്രോപൊളിറ്റൻ സിറ്റി അല്ല, ആൻസർ വന്നിട്ട് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആണ് കേട്ടോ. ഡെസിഗ്നേഷൻ ഫോർ എ മെട്രോപൊളിറ്റൻ ഏരിയ ഇൻ ഇന്ത്യ, നമ്മൾ മെട്രോപൊളിറ്റൻ സിറ്റി എന്നല്ല പറയണേ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് അത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയിട്ടാണ്. ഓക്കെ, അതൊരു ഡെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്നതാണ്, ഒരു ടൈറ്റിൽ. ഓക്കെ, നൗ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ നമ്മൾ പറയുന്നത് NCR. ഇത് എന്തിനാ കൊടുത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പറഞ്ഞു തരാം. നമ്മുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഡൽഹിയാണ് അല്ലെ. സോ ഡൽഹിയിലെ പോപ്പുലേഷൻ കൂടി വരുന്നപ്പം ആ പോപ്പുലേഷന്റെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് മറ്റ് സ്റ്റേറ്റുകളിലേക്കും അതിന്റെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരു റീജിയൻ ആയിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തെടുത്തതാണ്. അങ്ങനെയാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഫോം ചെയ്യുന്നത്. ഇപ്പൊ അറ്റ് പ്രസന്റ് നാഷണൽ ക്യാപിറ്റൽ റീജിയനിൽ അറൌണ്ട് 22 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 22 ഡിസ്ട്രിക്ട്സും പിന്നെ 3 സ്റ്റേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് ഇൻ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ, പ്ലസ് ഡൽഹിയെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇതാണ് NCR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ഇന്ത്യയുടെ വന്നിട്ട് ഡൽഹി പോപ്പുലേറ്റഡ് ആയി, ഓവർ പോപ്പുലേറ്റഡ് ആയി തുടങ്ങിയപ്പം അതിലെ അവിടുത്തെ വികസനം മറ്റ് അടുത്തുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, അതിനാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആയിട്ട് ഡെസിഗ്നേഷൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഇൻ ഇന്ത്യ ആസ് ഡിഫൈൻഡ് ഇൻ. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഇന്ത്യയിലെ ഏത് ബുക്കിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏത് ആക്ട് ആണ് അതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, നാഷണൽ റീജിയൻ പ്ലാനിംഗ് ബോർഡ്, നാഷണൽ ക്യാപിറ്റൽ പ്ലാനിംഗ് ബോർഡ് 1985, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പ്ലാനിംഗ് ബോർഡ് ആക്ട് 1985, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പ്ലാനിംഗ് ബോർഡ് ആക്ട് 1984. ഇതിൽ ഏത് ആക്ട് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്? നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ഓഫ് ഇന്ത്യ is defined in which act? ആൻസർ എ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പ്ലാനിംഗ്. ഓക്കെ, ദ ആൻസർ ഇസ് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പ്ലാനിംഗ് ബോർഡ് ആക്ട് 1985 ആണ് കേട്ടോ ആൻസർ. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ പ്ലാനിംഗ് ബോർഡ് ആക്ട് 1985. ഓക്കെ, ഈ NCRPB ആക്ട് 1985 ഇത് NCRനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ഇൻ ഇന്ത്യ ആർ ദെയർ ഇൻ ഇന്ത്യ? ഹൗ മെനി അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് ആർ ദെയർ ഇൻ ഇന്ത്യ? ആർ ദെയർ ഇൻ ഇന്ത്യ? How many agroclimatic zones are there in India? എത്ര agroclimatic zones ഉണ്ട്? 22, 15, 7, 18. 22, 15, 7 and 18. Answer. Answer അറിയാന്നുള്ളവർ ഇട്ടോളൂ. How many agroclimatic zones are there in India? Answer A ആണെന്നാണ് ചോദിക്കുന്നത്. There are mainly 15 agroclimatic zones in India. ഓക്കെ, ഈ 15 agroclimatic zones ഏതൊക്കെയാന്ന് നോക്കാം. agroclimatic zones ഉദ്ദേശിച്ചത് ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ഏരിയകളെ മൊത്തത്തിൽ നമ്മൾ വന്നിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്.
അത് ഇങ്ങനെ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ റീജിയൻസിനെ പറയാൻ നമ്മൾ അഗ്രോ ക്ലൈമാറ്റിക് സോൺ എന്ന് പറയാം. ഈ അഗ്രോ ക്ലൈമാറ്റിക് സോൺ മെയിൻ ആയിട്ട് 15 എണ്ണം ഉണ്ട്. ഒന്ന് വെസ്റ്റേൺ ഹിമാലയാസ്, പിന്നെ ഈസ്റ്റേൺ ഹിമാലയാസ്, ലോവർ ഗംഗാറ്റിക് പ്ലെയിൻ, മിഡിൽ ഗംഗാറ്റിക് പ്ലെയിൻ, അപ്പർ ഗംഗാറ്റിക് പ്ലെയിൻ. ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ തന്നെ അല്ലേ. ഇതാണ് വെസ്റ്റേൺ ഹിമാലയാസ്, ഇത് വെസ്റ്റേൺ ഹിമാലയ, വെസ്റ്റേൺ ഹിമാലയ, ഇത് ഈസ്റ്റേൺ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, ആസാം, മണിപ്പൂർ, ത്രിപുര അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് യു പി മധ്യപ്രദേശ് അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പർ ഗംഗാറ്റിക് പ്ലെയിൻ, അതുപോലെ തന്നെ ട്രാൻസ് ഗംഗാറ്റിക് പ്ലെയിൻ, ഈസ്റ്റേൺ പ്ലേറ്റ്സ് ആൻഡ് ഹിൽസ്, സെൻട്രൽ പ്ലാറ്റോ. പിന്നെ നമ്മളുടെ വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ് ആൻഡ് ഹിൽസിലാണ് കേട്ടോ കേരളം പെടുന്നത്. അപ്പം കേരളം ഏതിലാണ് പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളം വരുന്നത് വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ് ആൻഡ് ഹിൽസ് എന്നാണ് കേട്ടോ. പ്ലെയിൻസ് ആൻഡ് ഹിൽസിലാണ് കേരളം പെടുന്നത്. ഞാൻ നീറ്റായിട്ട് എഴുതാം കേട്ടോ, വായിക്കുമ്പോൾ മനസ്സിലാവണം. ആൻഡ് hills. Okay, so Kerala belongs to west coast plains and hills ലാണ് കേരള ഉള്ളത്. കിട്ടിയല്ലോ? യെസ്, 15 ആണ് ആൻസർ. വെരി ഗുഡ്. 15 ആയിട്ടുള്ള അഗ്രോ ക്ലൈമാറ്റിക് സോൺസ് 15 എണ്ണം ഉണ്ട്. അതിൽ കേരളം വന്നിട്ട് വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ് ആൻഡ് ഹിൽസിലാണ് ഉള്ളത്. ഓക്കെ, സോ കേരള അറ്റ്ലീസ്റ്റ് എവിടെയാണെന്നുള്ളതെങ്കിലും ഓർത്തിരുന്നോളണേ. ബിക്കോസ് എല്ലാം ഓർത്തിരിക്കാനുള്ളതൊന്നും നടക്കുകയൊന്നുമില്ല. അപ്പൊ നമുക്കറിയാം, മീൻസ് ഇടയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മാത്രം. കേരളത്തിന്റെ പേപ്പർ ആകുമ്പോൾ ഓബ്വിയസ്ലി കേരളത്തിനെ പറ്റി ചോദിക്കാമല്ലോ. ഓക്കെ, അപ്പൊ കേരളയാണ്. ഹൗ മെനി ടോപ്പോഗ്രാഫിക്കൽ സോൺസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ എത്ര ടോപ്പോഗ്രാഫിക്കൽ സോൺസ് ഉണ്ട്? ഹൗ മെനി ടോപ്പോഗ്രാഫിക്കൽ സോൺസ് ആർ ദെയർ ഇൻ ഇന്ത്യ? 22, 15, 7 and 18. നമ്പേഴ്സ് ഇട്ടാലും മതി. 22, 15, 7 and 18. How many topographical zones are there in India? Answer ഇട്ടോളൂ. 22, 15, 7 and 18. Okay, there are around 7 topographical അല്ലെങ്കിൽ physiographic zones in India. Okay, topography അല്ലെങ്കിൽ physiographic zones എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് കേട്ടോ. Physiographic or topographic zones. ഓക്കെ, സോൺസ് മെയിൻ ആയിട്ട് ടോപ്പോഗ്രഫിയുടെ ബേസിസിൽ നമ്മൾ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ റീജിയൻസ് ആണ് ഫിസിയോഗ്രാഫിക് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് സോൺസ് എന്ന് പറയാം. അത് 7 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ഹിമാലയാസ്, പിന്നെ ഗ്രേറ്റ് പ്ലെയിൻസ്, പിന്നെ സെൻട്രൽ ഹൈലാൻഡ്സ്, പെനിൻസുലാർ പ്ലേറ്റാസ്, വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ്, പിന്നെ ഈസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസും പിന്നെ ഐലൻഡ്സും. ഇതില് Kerala belongs to West Coast Plains. Okay, West Coast Plains. Okay, കേരളം വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസിലാണ്. നമ്മളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ഹെഡിങ്ങിലുള്ള നമ്മുടെ ഇതില് അഗ്രോ ക്ലൈമാറ്റിക് സോണിലും കേരളം വന്നിട്ട് വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസ് ആൻഡ് ഹിൽസിലാണ്. ഇതും വന്നിട്ട് സെയിം വെസ്റ്റ് കോസ്റ്റ് പ്ലെയിൻസിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ കേരള ബിലോങ്സ് ടു വെസ്റ്റ് കോസ്റ്റ് ഫിസിയോഗ്രാഫിക് ഓർ ടോപ്പോഗ്രാഫിക് ജീൻ. 6 അല്ല 7 ഉണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. ഐലൻഡ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, മേ ബി ഐലൻഡ്സ് വിട്ടുപോയിട്ടുണ്ടാവും. ഓക്കെ, സോ മെയിൻ ആയിട്ട് 7 എണ്ണം പറയുന്നുണ്ട്. The spatial planning under consideration of only one planning criteria. The spatial planning under consideration of only one planning criteria. Sectorial planning, spatial scheme, regional planning, nodal planning. Okay, this is a definition on to actually. എന്ത് ടൈപ്പ് ഓഫ് പ്ലാനിംഗ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്പേഷ്യൽ പ്ലാനിംഗ് അണ്ടർ കൺസിഡറേഷൻ ഓഫ് ഓൺലി വൺ പ്ലാനിംഗ് ക്രൈറ്റീരിയ. ഒരു പ്ലാനിംഗ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു പ്ലാനിംഗ് നടത്തുന്നതിന് ഒരു പ്ലാനിംഗ് സെറ്റ് ഔട്ട് ചെയ്യണതിനെയാണ് എന്ത് പ്ലാനിംഗ് എന്ന് പറയുന്നത്? എന്ത് പ്ലാനിംഗ് എന്ന് പറയുന്നത്?
The spatial planning under consideration of only one planning criteria. Sectorial, spatial, scheme, then regional planning, nodal planning. ഇട്ടുള്ളൂ ആൻസേഴ്സ് ഇട്ടുള്ളൂ എ ബി സി അല്ലെങ്കിൽ ഡി. Okay, the answer is sectorial planning. Okay, ഇതൊരു ടൈപ്പ് ഓഫ് സ്പേഷ്യൽ പ്ലാനിങ് തന്നെയാണ്. ഈ ടൈപ്പ് ഓഫ് സ്പേഷ്യൽ പ്ലാനിങ്ങിൽ ഒരു സെക്ടറിനെ ബേസ് ചെയ്തിട്ട്, ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിലേക്ക് അഗ്രികൾച്ചറിനെ മാത്രം ബേസ് ചെയ്തൊരു പ്ലാനിങ് നടത്തുക. ഓക്കെ, അങ്ങനെയാണ് അതിനെയാണ് പറയുന്നത് സ്പേഷ്യൽ പ്ലാനിങ്. അല്ലെങ്കിൽ സ്പേഷ്യൽ പ്ലാനിങ് അല്ല, ടൈപ്പ് ഓഫ് സ്പേഷ്യൽ പ്ലാനിങ് ദാറ്റ് ഇസ് കോൾഡ് ആസ് സെക്ടോറിയൽ പ്ലാനിങ്. ഓക്കെ, ഒരു സെക്ടറിനെ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു പ്ലാനിങ് നടത്തുക, ഒരു ക്രൈറ്റീരിയ മാത്രം ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ്ങിനെയാണ് സെക്ടോറിയൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്രൈറ്റീരിയ മാത്രം ബേസ് ചെയ്തിട്ട് ഒരു സ്പേസിൽ നടത്തുന്ന പ്ലാനിങ്. ഓക്കെ, നൗ സെക്ടേഴ്സ് ഫോർ പ്ലാനിങ്. പ്ലാനിങ് സെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന കുറച്ച് സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അഗ്രികൾച്ചർ, ടൂറിസം, എഡ്യൂക്കേഷൻ, ഓൾ ദ എബവ്. ഏതൊക്കെയായിരിക്കാം sectors for planning? Which are the sectors of planning? Answer ഇട്ടോളൂ. A, B, C, D. ഏതായിരിക്കും? Sectors of planning. A, B, C, D. ഏതായിരിക്കും? ഊഹിക്കാവുന്നതേ ഉള്ളൂ. Answer ഇട്ടോളൂ. Which can be the sectors? Yeah, it's D only. Answer is correct. All the above. Okay, മെയിൻ ആയിട്ട് അപ്പൊ ഇപ്പൊ നമുക്കൊരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും ഒരു സ്പേസിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ വില്ലേജ് ആണെന്ന് വെച്ചോളൂ, നിങ്ങൾ താമസിക്കുന്ന ഏരിയ, നിങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ് നിങ്ങളുടെ സ്പേസ്. ആ സ്പേസിൽ ഞാൻ ഒരു സെക്ടർ എടുത്തു, അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അതായത് എഡ്യൂക്കേഷൻ. ആ സ്പേസിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ടറിനെ ഞാൻ കുറച്ച് പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുവാണ്. അവിടെ വിദ്യാഭ്യാസം ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ കുറച്ചും കൂടി വേറെ രീതിയിൽ പോകണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് കൊണ്ടുപോകണം, കുറെ കോഡിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെ കുറെ ഉണ്ടാവാറുണ്ടല്ലോ. അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഒരു സ്പേസിൽ, അഗ്രികൾച്ചറിൽ ഈ വിത്തുകൾ അവിടെ ഉണ്ടാക്കണം, ഈ ഒരു സ്പേസിൽ ഈ വിത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും, അങ്ങനെ അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ സെക്ടോറിയൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ അതിന് കുറച്ച് സെക്ടേഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആവാം, ടൂറിസം ആവാം, എഡ്യൂക്കേഷൻ ആവാം, പിന്നെ ഹെൽത്ത് ആവാം, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. കുറേ ക്രൈറ്റീരിയകളുണ്ട്, അതിൽ കുറച്ച് ക്രൈറ്റീരിയ ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് സെക്ടോറിയൽ പ്ലാനിങ്. കാറ്റഗറീസ് ഓഫ് സെക്ടോറിയൽ പ്ലാനിങ്. മെയിൻ ആയിട്ട് സെക്ടോറിയൽ പ്ലാനിങ്ങിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ടുള്ള സെക്ടോറിയൽ പ്ലാനിങ്ങിലുള്ളത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മെയിൻ കാറ്റഗറി ഏതാണ്? എക്കണോമിക്, സോഷ്യൽ ആൻഡ് ടൂറിസം, അഗ്രികൾച്ചർ, സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക്, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഏതായിരിക്കും കാറ്റഗറീസ് ഓഫ് സെക്ടോറിയൽ പ്ലാനിങ്? There are mainly 3 categories. 3 കാറ്റഗറീസ് ആയിട്ടാണ് മെയിൻ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. 3 കാറ്റഗറീസ് ബ്രോഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്മൾ ബിറ്റ് ആയിട്ട് എടുത്താൽ ശരിയാവില്ലല്ലോ. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. ഏതായിരിക്കും ആൻസർ? സെക്ടോറിയൽ പ്ലാനിങ്. ഇട്ടുള്ളൂ ആൻസർ അറിയാന്നുള്ളവര്. ഓക്കെ, സോ ദ ആൻസർ ഇസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ഈ പറയുന്ന എല്ലാ സെക്ടേഴ്സും ഈ എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള 3 എക്കണോമിക്, സോഷ്യൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള 3 ഹെഡിങ്സിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടേക്കുവാണ്. ഓക്കെ, അപ്പോൾ ദ 3 കാറ്റഗറീസ് ഓഫ് സെക്ടോറിയൽ പ്ലാനിങ് ആർ ഏതൊക്കെയാണ്? എക്കണോമിക്, ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചർ,
ഹെൽത്ത്, അതുപോലുള്ള എല്ലാ ഇതിനകത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോഷ്യൽ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, structure. Okay, so these are the three categories of a spatial plan, sectorial planning. Okay, a kind of regional planning where planning is made on criteria on certain physical as well as socio-culture and economic region. A kind of regional planning, ഒരു type of regional planning ആണ് where planning is made on certain physical as well as socio culture and economic regions. Sectorial planning, sectors, spatial planning, all the above. ഏതായിരിക്കും ആൻസർ? A kind of regional planning, ഇതൊരു type of regional planning തന്നെയാണ്. Okay, where planning is made on certain physical ആയിട്ടുള്ള ക്യാരക്ടറിനെയും അതുപോലെ തന്നെ സോഷ്യോ കൾച്ചർ, കൾച്ചറൽ ബേസിൽ, പിന്നെ എക്കണോമിക് ബേസിൽ. സോ ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ബേസിൽ ഒരു കൈൻഡ് ഓഫ് പ്ലാനിങ്ങിനെ പറയുന്ന പേരെന്താണ്? കൈൻഡ് ഓഫ് റീജിയണൽ പ്ലാനിങ് ആണത്. സെക്ടോറിയൽ പ്ലാനിങ് അല്ല കേട്ടോ. ഞാൻ സെക്ടോറിയൽ പ്ലാനിങ് എന്താ നേരത്തെ പറഞ്ഞല്ലോ. അത് വന്നിട്ട് ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്ത് ഒരു സ്പേസിൽ നടത്തുന്ന പ്ലാനിങ്. ഓക്കെ, സോ ദ ആൻസർ സ്പേഷ്യൽ പ്ലാനിങ് ആണ്. ഓക്കെ, സ്പേഷ്യൽ പ്ലാനിങ്ങിന്റെ ഒരു ടൈപ്പ് ആണ് സെക്ടോറിയൽ പ്ലാനിങ് കേട്ടോ. സ്പേഷ്യൽ പ്ലാനിങ്ങിന്റെ ഒരു ടൈപ്പ് ആണ് സെക്ടോറിയൽ പ്ലാനിങ്. റീജിയണൽ പ്ലാനിങ്ങിന്റെ ഒരു ടൈപ്പ് ആണ് സ്പേഷ്യൽ പ്ലാനിങ്. കിട്ടിയല്ലോ? ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്ലാനിങ് ഓഫ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്കിലെ റിവിഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുവാണ്. PYQs എല്ലാം നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിലേതാണ് എ എന്ന് പറഞ്ഞ് ചോദിച്ചത് ഇപ്പോൾ? സെക്ടോറിയൽ പ്ലാനിങ്ങിന്റെ. ഓക്കെ, സെക്ടോറിയൽ പ്ലാനിങ് അല്ല, സ്പേഷ്യൽ പ്ലാനിങ് ആട്ടോ അതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ സോ നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ദ നെക്സ്റ്റ് നമ്മുടെ ക്ലാസ് തിയറീസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ആപ്പ് ലൈവ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ എല്ലാവരും പഠിക്കാനുള്ളവരൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഇതേപോലെ തന്നെ PYQ നമ്മൾ ഇനി ഒരു ദിവസം ലൈവ് ഉണ്ടാവും. ഓക്കെ, സോ താങ്ക് യു.